സ്ക്വിഡ് ഗെയിം സീസൺ 2 നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ശ്രദ്ധിച്ചതും മറ്റു പല ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുകളിൽ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കണേ. സീസൺ 2 ആദ്യത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഗാർഡുകൾ മത്സരാർത്ഥികളുടെ അടുത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വരുന്ന സമയത്ത് ഗാർഡുകളുടെ കയ്യിലൊന്നും തന്നെ തോക്കോ അങ്ങനെ ആയുധങ്ങളോ പിടിച്ചിട്ടല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സീസൺ 1 ഇതേ രീതിയിലായിരുന്നു നമ്മൾ കണ്ടത്. അതിന്റെ കാരണം ആദ്യത്തെ മത്സരത്തിൽ പോകുന്നതിന് മുമ്പ് ആർക്കും അറിയില്ല ഈ ഒരു മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെടുമെന്നുള്ളതും മത്സരാർത്ഥികൾക്ക് അറിയില്ല. അപ്പോൾ അത് അറിയിക്കാതെ നടത്താൻ വേണ്ടി തന്നെയാണ് ഇവർ വെപ്പണുകളൊന്നും തന്നെ ഉപയോഗിക്കാതെ മത്സരാർത്ഥികളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഗെയിമായിട്ടുള്ള റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇൻഡോറിലേക്ക് വന്നപ്പോൾ പിന്നീട് ഗാർഡുകൾ വന്നിട്ടുള്ളത് തോക്കും പിടിച്ച് തന്നെയായിരുന്നു. അടുത്തതായിട്ടുള്ളത് മിങ്കിൾ ഗെയിം നടക്കുന്ന സമയത്ത് നമ്പർ 2 വിളിച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ട്മാന് കൈ പിടിച്ച് കൊണ്ടുപോയത് നായകനെ ആയിരുന്നില്ല, നായകന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയായിരുന്നു. ജംഗ്ബെ എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇത് കൊണ്ടുപോയതിന്റെ കാരണം എന്താണെന്നുള്ളത് ഏറ്റവും അവസാനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം നമ്മുടെ നായകന്റെ മുൻപിൽ വെച്ചിട്ട് ജംഗ്ബെയെ ഫ്രണ്ട്മാൻ കൊല്ലുന്നുണ്ട്. നായകനെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഫ്രണ്ട്മാന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഫ്രണ്ട്മാൻ പാർട്ടിസിപ്പൻസിന്റെ കൂടെ ഇൻഡോറിലേക്ക് വന്നിട്ടുള്ളതും ഒരു മത്സരാർത്ഥിയായിട്ട് ഇവരുടെ കൂടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നതും. നമ്പർ 3, നമ്മുടെ പോലീസുകാരൻ ക്യാപ്റ്റൻ പാർക്കിന്റെ കൂടെ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ മേൽ ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുകയും ആ പറഞ്ഞ സമയത്ത് തന്നെ ക്യാപ്റ്റൻ പാർക്ക് അവിടെ താഴത്ത് കൈകൊണ്ട് എന്തോന്ന് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ പാർക്ക് വില്ലനാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു സീസണിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ പാർക്ക് മേ ബി നമ്മുടെ ഫ്രണ്ട്മാന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഫ്രണ്ട്മാന് ഒരു മെസ്സേജ് അയച്ചതായിരിക്കാം ഈ കാര്യങ്ങളെ കുറിച്ച്. അത് മേ ബി ഒരു സിഗ്നൽ ആയിട്ട് കൊടുത്തതായിരിക്കാം ആ വിരലുകൊണ്ട്. 2 വർഷമായിട്ട് നമ്മുടെ പോലീസുകാരൻ ഈ ക്യാപ്റ്റൻ പാർക്കിന് കൂടെ തന്നെയായിരുന്നു തിരയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. 2 വർഷമായിട്ടും ഈ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ പാർക്ക് തന്നെയാണ് പോലീസുകാരന് വഴി തെറ്റിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ പോലീസുകാരൻ ക്യാപ്റ്റൻ പാർക്കിനോട് ഇനി എനിക്കിത് നോക്കാൻ വയ്യ, ഞാനത് നിർത്തുകയാണെന്നുള്ളത് പറയുമ്പോൾ ക്യാപ്റ്റൻ പാർക്ക് ഞെട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ പാർക്കിന്റെ അടുത്തേക്ക് ഈ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് ക്യാപ്റ്റൻ പാർക്കിന് പോലീസുകാരനെ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ പോലീസുകാരൻ എപ്പോഴും ക്യാപ്റ്റൻ പാർക്കിന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് പോലീസുകാരനെ വഴി തെറ്റിക്കാൻ കഴിയും. ഇവരുടെ സൈഡിൽ നിന്നും പോലീസുകാരൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഐലൻഡ് കണ്ടെത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് ക്യാപ്റ്റൻ പാർക്കിന് മനസ്സിലായിട്ടുണ്ട്. അടുത്തതായിട്ടുള്ളത് സീസൺ 1 ഗാർഡുകളെ കുറിച്ച് അധികം ഒന്നും തന്നെ കാണിച്ചിട്ടില്ലായിരുന്നു. ഗാർഡുകളുടെ ഇടയിൽ അവർ ഇന്റേണൽ ഓർഗൻസ് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ ഗാർഡുകൾക്കും ഒരു ലൈഫ് ഉണ്ട്, അവരെങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗാർഡുകൾ എങ്ങനെയാണ് പോകുന്നത്, ഗാർഡുകൾ എങ്ങനെയാണ് റൂമിലിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് സീസൺ 2 കാണിച്ചിട്ടുണ്ട്. ഗാർഡുകളെ ക്ലോസപ്പ് ഷോട്ടിൽ കാണിക്കുമ്പോൾ ആ മാസ്കിന്റെ ഉള്ളിലൂടെ അവരുടെ മുഖം കാണുന്ന രീതിയിലും നമുക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ സീസണിൽ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. ആദ്യത്തെ സീസണിൽ അവരൊരു റോബോട്ടുകളെ പോലെയായിരുന്നു ശരിക്കും നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ രണ്ടാമത്തെ സീസണിലേക്ക് എത്തിയപ്പോൾ അവർ ശരിക്കും ഹ്യൂമനൈസ് ചെയ്യുന്ന രീതിയിൽ മനുഷ്യന്മാരായി കാണുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തതായിട്ടുള്ളത് ഇതിലൊരു അമ്മയുടെയും മകന്റെയും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് മത്സരം വരുന്ന സമയത്ത് എല്ലാവരും വെടിവെച്ച് കൊല്ലുമ്പോൾ ആ അമ്മയെ പുറകിലാക്കിയിട്ട് മകൻ അമ്മയെ രക്ഷിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മിങ്കിൾ ഗെയിം വരുന്ന സമയത്ത് അമ്മയെ അവിടെ തനിച്ചാക്കിയിട്ട് തന്നെ 2 പേര് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആ മകൻ അത് എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൽ നിന്നും കൊതിറി ഓടി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നൊന്നുമില്ല. ഇത് നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെയാണ് കാണിക്കുന്നത്. ഒരുപാട് പണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ മൈൻഡ് വരെ മാറിപ്പോകും. നമുക്ക് ഇമോഷനേക്കാൾ കൂടുതൽ പണത്തിനോടായിരിക്കും ആർത്തി ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആ ഒരു സീനിലൂടെ ഉദ്ദേശിച്ചത്. അടുത്തതായിട്ടുള്ള കാര്യം, ഇതിലൊരു എപ്പിസോഡിൽ കൂടെയുള്ളവരോട് ഗാർഡുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഗാർഡുകൾ നമ്മളെ മുകളിൽ നിന്നും വീക്ഷിക്കുന്നുണ്ട്, മുകളിൽ ഒരു ക്യാമറയുണ്ട് എന്നെല്ലാം തന്നെ പറഞ്ഞ് മുകളിലേക്ക് ചൂണ്ടി കാണിക്കുമ്പോൾ എല്ലാവരും മുകളിലേക്ക് നോക്കുന്നുണ്ട്. 1-ാം നമ്പറിൽ വേഷം മാറി വന്നിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്മാൻ മാത്രം അതിലേക്ക് നോക്കുന്നില്ല. കാരണം ഫ്രണ്ട്മാൻ അറിയാം എന്താണ് ഈ കാര്യം എന്നുള്ളത്. അദ്ദേഹമാണ് ആ മുകളിൽ നിന്നും വീക്ഷിക്കുന്ന ടീമുകളുടെ മെയിൻ ആള് എന്നുള്ളതും നമുക്ക് ആ ഒരൊറ്റ സീനിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട്. അടുത്തത് സ്പിന്നിംഗ് ടോപ്പ് ഗെയിം കളിക്കുന്ന സമയത്ത് ഫ്രണ്ട്മാന് 3 തവണ ആ ഒരു സ്പിന്നർ കറക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 3 തവണ നോക്കിയിട്ടും ഫ്രണ്ട്മാൻ അത് കറക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. 4-ാമത്തെ തവണ നോക്കുമ്പോഴായിരുന്നു ഫ്രണ്ട്മാൻ അത് കറക്കിയിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം ആദ്യത്തെ 3 തവണയും ഫ്രണ്ട്മാൻ കറക്കുന്നത് വലത്തെ കൈ കൊണ്ടാണ്, 4-ാമത്തെ തവണ കറക്കുന്നത് ഇടത്തെ കൈ കൊണ്ടാണ്. ആദ്യത്തെ സീസണിൽ തന്റെ ബ്രദർ ആയിട്ടുള്ള പോലീസുകാരനെ വെടിവെക്കുന്നത് ഇടത്തെ കൈ കൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട്മാൻ. അപ്പോൾ ഇടം കയ്യനാണ് താനെ എന്നുള്ളത് ഒരിക്കൽ കൂടി ഈ സീസണിലൂടെ ഉറപ്പ് തന്നിരിക്കുകയാണ്. അത് ശരിക്കും ഭയങ്കര ഒരു ഡീറ്റെയിൽ തന്നെയായിരുന്നു ഈ ഒരു സീരീസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസിലെ ഗെയിമുകളിലെല്ലാം തന്നെ ഓരോരുത്തർ മത്സരിച്ച് വിജയിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്മാനും ഇവരുടെ കൂടെ തന്നെ ആഘോഷിക്കുന്നുണ്ട്, ഇവരുടെ കൂടെ എല്ലാവരും ചിയർ ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്മാനും ഓരോരുത്തർ വിജയിക്കണം എന്നുള്ളതും എല്ലാം ആഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇതിനെല്ലാം തന്നെ പുറകിലുള്ളത് ആ VIP-കളാണ്. VIP-കൾ തന്നെയായിരുന്നു ഫസ്റ്റ് സീസണിലും സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസിന്റെ മുകളിലൂടെ ചാടുന്ന ഗെയിമിലെല്ലാം തന്നെ ലൈറ്റ് ഓഫ് ആക്കാനെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേര് മരിക്കുന്നതും കൂടുതൽ പേര് തോൽക്കുന്നതെല്ലാം തന്നെ കാണാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് VIP-കൾക്കാണ്. മേ ബി അടുത്ത സീസണിൽ ഫ്രണ്ട്മാനെ ഒരു ഹീറോ ആയി മാറാനുള്ള ചാൻസുകൾ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ടുള്ള കാര്യം, ഓരോ ഗെയിം കഴിയുന്തോറും എല്ലാവർക്കും മരണത്തോടുള്ള പേടി കുറഞ്ഞു വരികയായിരുന്നു സീസൺ 2. ആദ്യത്തെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റിൽ എല്ലാവരും മരിച്ചപ്പോൾ എല്ലാവരും പേടിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. 2-ാമത്തെ
രണ്ടാമത്തതിൽ പേടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഗെയിം ആയപ്പോഴേക്കും എല്ലാവരും ചോരയിൽ ചവിട്ടി തന്നെയായിരുന്നു ആ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എല്ലാവരും ചിരിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഇതും നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ ഭയങ്കര അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അടുത്തൊരു കാര്യം, നമ്മുടെ സീരീസിൽ 246 നമ്പറുള്ള ഒരു വ്യക്തിയെ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. അയാളുടെ മകൾക്ക് സുഖമില്ല എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു സ്ക്വിഡ് ഗെയിമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ കൊല്ലുന്നതായിട്ട് നേരിട്ട് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. അദ്ദേഹത്തെ നെഞ്ചിലേക്ക് പോയിന്റ് ചെയ്തിട്ട് താഴേക്കായിരുന്നു വെടിവെച്ചിട്ടുണ്ടായിരുന്നത്. മേ ബി അദ്ദേഹത്തിന്റെ കാലിനായിരിക്കും വെടികൊണ്ടിട്ടുണ്ടായിരിക്കുക. ഈ കാലിന് വെടികൊണ്ടവരെല്ലാം തന്നെ ഇന്റേണൽ ഓർഗൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളത് 11ാം നമ്പർ ഗാർഡിന് അറിയാമല്ലോ. അതുകൊണ്ട് മേ ബി ആ ഒരു വുമൺ ആയിരിക്കും 246 നമ്പറുള്ള വ്യക്തിയെ വെടിവെച്ചിട്ടുണ്ടായിരുന്നതും. ഇനി ആ ഇന്റേണൽ ഓർഗൻസ് എടുക്കുന്ന അവിടെ പോയിട്ട് 246 വ്യക്തിയെ നമ്മുടെ 11th നമ്പർ ഗാർഡ് രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സീൻ ഉണ്ടാകാനുള്ള ചാൻസും നെക്സ്റ്റ് സീസണിൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു കാര്യം, 6ാമത്തെ എപ്പിസോഡിൽ ഇവർ പോലീസുകാർ ഈ സ്ഥലം തിരഞ്ഞു പോകുമ്പോൾ ഒരു ഡോർ തുറന്ന് ഇവരെ മുഴുവൻ ബോംബ് പൊട്ടുന്നുണ്ട്. ആ പൊട്ടുന്ന സമയത്ത് എല്ലാവരുടെയും എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ പാർക്ക് മാത്രം ഒരു വിധത്തിൽ ഞെട്ടുന്നില്ല. ബാക്കിയുള്ള രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം ക്യാപ്റ്റൻ പാർക്കിന് ഈ കാര്യങ്ങൾ അറിയാം. ക്യാപ്റ്റൻ പാർക്കാണ് ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആ സീനിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സ്ക്വിഡ് ഗെയിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നതും അതുപോലെ കുറച്ച് വീഡിയോകളിൽ നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ ഈ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇതെല്ലാം തന്നെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.